ഹായ് കൂട്ടുകാരെ, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. 5ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൻ്റെ ഓണം എക്സാം മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാലോ. 8 ആക്ടിവിറ്റീസ് ആർ ഗിവൺ, ആൻസർ എനി 6 ഔട്ട് ഓഫ് ദം. തന്നിട്ടുള്ള 8 പ്രവർത്തനങ്ങളിൽ ഏതെങ്കിലും 6 എണ്ണത്തിന് ഉത്തരമെഴുതുക. ആക്ടിവിറ്റി 1. മെക്കാനൈസേഷൻ ഹാസ് റെവല്യൂഷനൈസ്ഡ് ദ ഗാർമെന്റ് ഇൻഡസ്ട്രി. റൈറ്റ് ദ ഫാക്ട്സ് ദാറ്റ് സപ്പോർട്ട് ദിസ് സ്റ്റേറ്റ്മെന്റ്. എന്താ പറഞ്ഞിരിക്കുന്നത്? യന്ത്രവൽക്കരണം വസ്ത്രനിർമ്മാണ രംഗത്ത് വലിയ വിപ്ലവങ്ങൾ സൃഷ്ടിച്ചു. ഈ പ്രസ്താവനയ്ക്ക് ആധാരമായ വസ്തുതകൾ എഴുതുക. അപ്പം അതിൻ്റെ ഉത്തരം എന്താ വരിക? ചെയ്ത് നോക്കാം. ഗാർമെന്റ് പ്രൊഡക്ഷൻ ഇൻക്രീസ് സിഗ്നിഫിക്കൻ്റ്ലി വിത്ത് the use of modern machinery. Also, it was possible to reduce human labor and produce different and diverse clothes in a time-bound manner without compromising the quality. Clothing has largely spread to all cultures. Fabrics were made in a more fashionable manner and in different colors. Export made the textile manufacturing sector as a huge industry, and we have now access to cloth made in every corner of the world. അപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്? ആധുനിക യന്ത്രങ്ങളുടെ ഉപയോഗത്തോടെ വസ്ത്ര ഉൽപ്പാദനം ഗണ്യമായി വർദ്ധിച്ചു. കൂടാതെ മനുഷ്യ അധ്വാനം കുറയുന്നതിനും വ്യത്യസ്തവും വൈവിധ്യപൂർണമായ വസ്ത്രങ്ങൾ ഗുണമേന്മ കുറയാതെ സമയബന്ധിതമായി നിർമ്മിക്കാനും സാധിച്ചു. വസ്ത്രങ്ങൾ വലിയ തോതിൽ എല്ലാ സംസ്കാരങ്ങളിലേക്കും വ്യാപിക്കപ്പെട്ടു. കൂടുതൽ ഫാഷനിലും വ്യത്യസ്തമായ വർണ്ണങ്ങളിലും തുണികൾ നിർമ്മിക്കപ്പെട്ടു. കയറ്റുമതി തുണി ഉൽപ്പാദന മേഖലയെ വലിയ വ്യവസായമാക്കി മാറ്റി. ലോകത്തിൻ്റെ ഏത് കോണിലും നിർമ്മിക്കപ്പെട്ട വസ്ത്രങ്ങൾ നമ്മുടെ കൈകളിലേക്ക് എത്താൻ തുടങ്ങി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് ഔട്ട് ദ റോങ് സ്റ്റേറ്റ്മെന്റ് ഗിവൺ ബിലോ. The decorative work done on cloth using dyed yarn is known as designing. Indigo is used to dye clothes. Climate is a factor that influences clothing. എന്താ പറഞ്ഞിരിക്കുന്നത്? ചുവടെ കൊടുത്തുള്ള പ്രസ്താവനകളിൽ തെറ്റേതെന്ന് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യത്തേത്, വസ്ത്രങ്ങളിൽ വർണ്ണനൂൽ ഉപയോഗിച്ച് നടത്തുന്ന അലങ്കാര പണികൾ ഡിസൈനിങ് എന്നറിയപ്പെടുന്നു. ഇൻഡിഗോ അഥവാ നീലം വസ്ത്രങ്ങളിൽ നിറം നൽകാൻ ഉപയോഗിക്കുന്നു. വസ്ത്രധാരണത്തെ സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ് ഭൂപ്രകൃതി. അപ്പം ഇതിലേതാ കൂട്ടുകാർ തെറ്റായ ആൻസർ? ഇതിൽ തെറ്റായ ആൻസർ വസ്ത്രങ്ങളിൽ വർണ്ണനൂൽ ഉപയോഗിച്ച് നടത്തുന്ന അലങ്കാര പണികൾ ഡിസൈൻ എന്നറിയപ്പെടുന്നത്. അതായത് ഡെക്കറേറ്റീവ് വർക്ക് ഡൺ ഓൺ ക്ലോത്ത്സ് യൂസിങ് ഡൈഡ് യാൺ ഈസ് നോൺ ആസ് ഡിസൈനിങ്. നെക്സ്റ്റ് ആക്ടിവിറ്റി 2. ഇൻകം ഈസ് എസെൻഷ്യൽ ടു സബ്സ്റ്റെയിൻ ഹ്യൂമൻ ലൈഫ്. ഡിഫൈൻ പേഴ്സണൽ ഇൻകം ആൻഡ് ഫാമിലി ഇൻകം ഇൻ ദ ലൈറ്റ് ഓഫ് ദ എബോവ് സ്റ്റേറ്റ്മെന്റ്. ഐഡൻറ്റിഫൈ ദ നോൺ അഗ്രികൾച്ചർ ഓക്കുപ്പേഷൻ എമംഗ് ദ ഫോളോയിങ്. ഫ്ലോറികൾച്ചർ, ക്വയൽ റിയറിംഗ്, ടീച്ചിങ്, ബീ കീപ്പിംഗ്. അപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്? മനുഷ്യജീവിതം മുൻപോട്ട് കൊണ്ടുപോകുന്നതിന് വരുമാനം അത്യന്താപേക്ഷിതമാണ്. മേൽ പ്രസ്താവനയുടെ വെളിച്ചത്തിൽ വ്യക്തിഗത വരുമാനം, കുടുംബ വരുമാനം എന്നിവ എന്താണെന്ന് നിർവചിക്കൂ. ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ കാർഷികേതര തൊഴിൽ കണ്ടെത്തൂ. പൂക്കൃഷി, കാട വളർത്തൽ, അധ്യാപനം, തേനീച്ച കൃഷി. നമുക്ക് ആദ്യത്തെ പ്രവർത്തനം ചെയ്തു നോക്കാം. Personal income is the total income received by a person from various sources of income during a particular period. Family income is the income received by all the members of a family during a certain period. എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു വ്യക്തിക്ക് തൊഴിലിലൂടെയും ഇതര സ്രോതസ്സിലൂടെയും ഒരു നിശ്ചിത കാലയളവിൽ ലഭിക്കുന്ന വരുമാനമാണ് വ്യക്തിഗത വരുമാനം. ഒരു കുടുംബത്തിലെ എല്ലാ അംഗങ്ങൾക്കും കൂടി ഒരു നിശ്ചിത കാലയളവിൽ ലഭ്യമാകുന്ന വരുമാനമാണ് കുടുംബ വരുമാനം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഐഡൻറ്റിഫൈ ദ നോൺ അഗ്രികൾച്ചറൽ ഓക്യുപ്പേഷൻ എമംഗ് ദ ഫോളോയിങ്. ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ കാർഷികേതര തൊഴിൽ കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. പൂക്കൃഷി, കാട വളർത്തൽ, അധ്യാപനം, തേനീച്ച കൃഷി. അപ്പം ഇതിൻ്റെ ആൻസർ ടീച്ചിങ് ആണ്. നെക്സ്റ്റ് ആക്ടിവിറ്റി 3. There are many government schemes to promote self-employment. Find 3 projects that are consistent with this statement and write their characteristics. എന്താ പറഞ്ഞിരിക്കുന്നത്? സ്വയം തൊഴിൽ പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഒട്ടനവധി സർക്കാർ പദ്ധതികൾ നിലവിലുണ്ട്. ഈ പ്രസ്താവനയ്ക്ക് അനുസൃതമായ 3 പദ്ധതികൾ കണ്ടെത്തി അവയുടെ പ്രത്യേകതകൾ എഴുതൂ. അപ്പം നമുക്ക് ഈ ആക്ടിവിറ്റി ചെയ്ത് നോക്കാം. നവജീവൻ സ്കീം, സെൽഫ് എംപ്ലോയ്മെൻറ്റ് സ്കീം ഫോർ സീനിയർ സിറ്റിസൺ രജിസ്റ്റേർഡ് വിത്ത് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച്. അപ്പോൾ എന്താ മക്കളെ നവജീവൻ പദ്ധതി? എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചുകളിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മുതിർന്ന പൗരന്മാർക്കുള്ള
സ്വയം തൊഴിൽ പദ്ധതിയാണ് നവജീവൻ സ്കീം. അടുത്തത് ശരണ്യ, എ സ്കീം ഫോർ ദ അപ്ലിഫ്റ്റ്മെൻറ്റ് ഓഫ് ദ മോസ്റ്റ് ബാക്ക്വേർഡ് ആൻഡ് മാർജിനൈസ്ഡ് വുമൺ എന്ന് വെച്ചാൽ ഏറ്റവും പിന്നോക്കം നിൽക്കുന്നതും വേർതിരിക്കപ്പെട്ടതുമായ സ്ത്രീകളെ ഉയർത്തുന്നതിനുള്ള പദ്ധതി. അടുത്തത് കൈവല്യ, കോംപ്രഹെൻസീവ് എംപ്ലോയ്മെൻറ്റ് അസിസ്റ്റൻസ് സ്കീം ഫോർ ദ ഡിഫറൻ്റ്ലി ഏബിൾഡ്. അത് വെച്ചാൽ ഭിന്നശേഷിക്കാർക്കുള്ള സമഗ്ര തൊഴിൽ സഹായ പദ്ധതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്ലാസിഫൈ ദ ഫോളോയിങ് ഓക്യുപ്പേഷൻ ആസ് ഇൻ്റലക്ച്വൽ ആൻഡ് ഫിസിക്കൽ: ടീച്ചിങ്, ഡ്രൈവിംഗ്, ക്ലൈംബിംഗ്, കോക്കനട്ട് ട്രീസ്, എഞ്ചിനീയറിംഗ്, ഹെഡ് ലോഡിംഗ്, അഡ്വക്കസി. അപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്? ചുവടെ കൊടുത്തിരിക്കുന്ന തൊഴിലുകൾ ഭൗതികമെന്നും കായികമെന്നും രണ്ടായി തരംതിരിക്കൂ. അധ്യാപനം, ഡ്രൈവിംഗ്, തെങ്ങുകയറ്റം, എഞ്ചിനീയർ, ചുമട്ട് തൊഴിൽ, അഭിഭാഷക വൃത്തി. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താ വരിക മക്കളെ? ഫസ്റ്റത്തത് ഇൻ്റലക്ച്വൽ, ടീച്ചിങ്, എഞ്ചിനീയറിംഗ്, അഡ്വക്കസി. ഫിസിക്കൽ എന്ന് പറയുമ്പോൾ ഡ്രൈവിംഗ്, ക്ലൈംബിംഗ്, കോക്കനട്ട് ട്രീസ് ആൻഡ് ഹെഡ് ലോഡിംഗ്. ഭൗതികം അധ്യാപനം, എഞ്ചിനീയർ, അഭിഭാഷക വൃത്തി. കായികം ഡ്രൈവിംഗ്, തെങ്ങുകയറ്റം, ചുമട്ട് തൊഴിൽ. നെക്സ്റ്റ് ആക്ടിവിറ്റി 4. Write down 3 points that can be included in the report prepared in food connection with October 16, the World Food Day. അപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്? ലോക ഭക്ഷ്യദിനം ഒക്ടോബർ 16 ബന്ധപ്പെട്ട് ഒരു വിവരണം തയ്യാറാക്കുന്നതിലേക്ക് ഉൾപ്പെടുത്താൻ കഴിയുന്ന 3 പോയിന്റുകൾ കണ്ടെത്തി എഴുതും. അപ്പോൾ നമുക്കതിൻ്റെ ആൻസർ നോക്കാം. The Food and Agriculture Organization, one of the agencies of the United Nations, was established on October 16, 1945. To commemorate this, October 16 is observed as the World Food Day. അപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്? ഐക്യരാഷ്ട്ര സംഘടനയുടെ ഏജൻസികളിൽ ഒന്നായ ഭക്ഷ്യ കാർഷിക സംഘടന രൂപീകരിക്കപ്പെട്ടത് 1945 ഒക്ടോബർ 16 ആണ്. ഇതിൻ്റെ ഓർമ്മയ്ക്കായാണ് ഒക്ടോബർ 16 ലോക ഭക്ഷ്യദിനമായി ആചരിക്കുന്നത്. അടുത്ത പോയിന്റ്, ആഫ്റ്റർ എയർ ആൻഡ് വാട്ടർ, ഫുഡ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ബേസിക് ഹ്യൂമൻ നീഡ്. വായുവും ജലവും കഴിഞ്ഞാൽ മനുഷ്യൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാന ആവശ്യമാണ് ഭക്ഷണം. അടുത്തത്, ദിസ് ഇയേഴ്സ് മെസ്സേജ് ഈസ് ദാറ്റ് ഫുഡ് ഈസ് എ റൈറ്റ് ഫോർ എ ബെറ്റർ ലൈഫ് ആൻഡ് ബെറ്റർ ഫ്യൂച്ചർ. മെച്ചപ്പെട്ട ജീവിതത്തിനും മെച്ചപ്പെട്ട ഭാവിക്കും ഭക്ഷണം അവകാശം എന്നതാണ് ഈ വർഷത്തെ സന്ദേശം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദർ വാസ് എ ടൈം ഇൻ കേരള വെൻ ദർ വാസ് എ ഡിസ്ക്രിമിനേഷൻ ഇൻ സെർവിങ് ഫുഡ്. കമ്പയർ ദ എബോവ് സ്റ്റേറ്റ്മെൻറ്റ് വിത്ത് പ്രസൻറ്റ് ഡേ സിറ്റുവേഷൻ ആൻഡ് റൈറ്റ് യുവർ ഒപ്പീനിയൻ. അപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു കാലത്ത് കേരളത്തിൽ ഭക്ഷണം വിളമ്പിയിരുന്നതിൽ പോലും വിവേചനം ഉണ്ടായിരുന്നു. മേൽ പ്രസ്താവന ഇന്നത്തെ സാഹചര്യവുമായി താരതമ്യപ്പെടുത്തി നിങ്ങളുടെ അഭിപ്രായം എഴുതുക. ടുഡേയ്സ് പ്രാക്ടീസ് is interdining. It is the method of distribution of food equality to all people without discrimination of caste or religion. From coffee shops in the countryside to large hotel, our society is growing into a way where everyone eats and gathers together. Also, there is equality in food distribution across different religious beliefs, places of worship, wedding receptions, etc. അപ്പോൾ എന്താ മക്കളെ പറഞ്ഞിരിക്കുന്നത്? ഇന്നത്തെ ഭക്ഷണ രീതി മിശ്രഭോജന രീതിയാണെന്ന് പറയാം. ജാതിയുടെയോ മതത്തിൻ്റെയോ വേർതിരിവുകളില്ലാതെ എല്ലാ മനുഷ്യർക്കും ഒരേപോലെ ഭക്ഷണം വിതരണം ചെയ്യുന്ന രീതിയാണ് ഇന്നുള്ളത്. നാട്ടിൻ പുറത്തെ കാപ്പിക്കടകൾ മുതൽ വലിയ ഹോട്ടലുകളിൽ വരെ എല്ലാവരും ഒന്നിച്ചിരുന്ന് കഴിക്കുകയും ഒന്നിച്ചു കൂടുകയും ചെയ്യുന്ന രീതിയിലേക്ക് നമ്മുടെ സമൂഹം വളർന്നിരിക്കുന്നു. കൂടാതെ വിവിധ മതവിശ്വാസങ്ങൾ, ആരാധനാലയങ്ങൾ, വിവിധ സൽക്കാരങ്ങൾ തുടങ്ങിയിടങ്ങളിലെല്ലാം ഭക്ഷണ വിതരണത്തിൽ സമത്വം നിലനിൽക്കുന്നു. നെക്സ്റ്റ് ആക്ടിവിറ്റി 5. ദ യൂസ് ഓഫ് ഫയർ ലെഡ് ടു ഗ്രേറ്റ് ചേഞ്ചസ് ഇൻ ദ ഹ്യൂമൻ ലൈഫ്. ക്വസ്റ്റ്യൻ നമ്പർ 1. വാട്ട് ആർ ദ ഫാക്ട് ഓൺ വിച്ച് ദിസ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ബേസ്ഡ്? എന്താ പറഞ്ഞിരിക്കുന്നത്? തീയുടെ ഉപയോഗം മനുഷ്യജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് വഴിതെളിച്ചു. ഈ പ്രസ്താവനയ്ക്ക് ആധാരമായ വസ്തുതകൾ എന്തൊക്കെ? അപ്പോൾ എന്താ മക്കളെ എൻ്റെ ആൻസർ വരിക? ദ യൂസ് ഓഫ് ഫയർ മെയ്ഡ് ഹ്യൂമൻസ് ഡെവലപ്പ് ദ കൾച്ചർ ഓഫ് കുക്കിംഗ് ആൻഡ് ഈറ്റിംഗ്. ഹി ഫൗണ്ട് ദാറ്റ് ദ ഫുഡ് കുക്ക്ഡ് ഇൻ ഫയർ ഈസ് ടേസ്റ്റിയർ. ഗ്രാജ്വലി ഹി ആൾസോ ലേൺ ഹൗ ടു കുക്ക് ആൻഡ് കൺട്രോൾ ഫയർ. ഫയർ വാസ് ഹെൽപ്ഫുൾ ടു പ്രൊട്ടക്ട് ഹിം ഫ്രം വൈൽഡ് ആനിമൽസ്. അപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്? തീയുടെ ഉപയോഗം ഭക്ഷണം പാകം ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് മനുഷ്യനെ കൊണ്ടെത്തിച്ചു.
ഭക്ഷ്യവസ്തുക്കൾ തീയിൽ വേവിച്ചെടുത്താൽ കൂടുതൽ രുചികരമെന്ന് അവൻ കണ്ടെത്തി. ക്രമേണ തീ നിയന്ത്രിച്ചുപയോഗിക്കാനുള്ള ശേഷി മനുഷ്യൻ സ്വായത്തമാക്കി. വന്യമൃഗങ്ങളിൽ നിന്നും രക്ഷ നേടാൻ തീ ഉപയോഗിച്ചു തുടങ്ങി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Name any 4 food items that come here from other countries and become popular among us. അപ്പം എന്താ പറഞ്ഞിരിക്കുന്നത്? മറ്റ് രാജ്യങ്ങളിൽ നിന്നും ഇവിടെ എത്തിച്ചേർന്ന് നമുക്കിടയിൽ പ്രചരിച്ച ഏതെങ്കിലും 4 ഭക്ഷ്യവിഭവങ്ങളുടെ പേര് എഴുതുക. വാട്ടർമെലോൺ ആഫ്രിക്ക, കോഫി എത്യോപ്യ, ടീ ചൈന, റൈസ് ചൈന. തണ്ണിമത്തൻ ആഫ്രിക്ക, കാപ്പി എത്യോപ്യ, തേയില ചൈന, നെല്ല് ചൈന. Next activity 6. What were the changes brought about in human life following the domestication of animals and plants? Explaining. മൃഗങ്ങളെ ഇണർത്തി വളർത്താനും സസ്യങ്ങളെ പരിപാലിക്കാനും ആരംഭിച്ചതോടെ എന്തെല്ലാം മാറ്റങ്ങളാണ് മനുഷ്യജീവിതത്തിലുണ്ടായത്? വിശദമാക്കുക. Human life can be said to have become more family oriented since domestication of animal and cultivation of plants began. Cultivation of plants may have led to agricultural occupations. Nomadic men began to settle in places where water was readily available to ensure the irrigation of plants. It was mainly along the river banks. The habit of wasting time and wandering around for food ended, and more time could be spent on other needs. The cultivation of plants helped early humans develop more precise agriculture tools and become more skilled in tool making. With the introduction of domestication of animals, primitive men had the perspective to seeing them as a part of family life rather than as animals that were seen only for meat. അപ്പം എന്താ പറഞ്ഞിരിക്കുന്നത്? മൃഗങ്ങളെ ഇണക്കി വളർത്താനും സസ്യങ്ങളെ പരിപാലിക്കാനും ആരംഭിച്ചതോടെ മനുഷ്യൻ്റെ ജീവിതം കുറച്ചുകൂടി കുടുംബ കേന്ദ്രിതമായി എന്ന് പറയാം. സസ്യങ്ങളുടെ പരിപാലനം കാർഷിക വൃത്തിയിലേക്ക് നയിച്ചിട്ടുണ്ടാകാം. അലഞ്ഞു തിരിഞ്ഞ് നടന്നിരുന്ന മനുഷ്യൻ ജലലഭ്യത സൗകര്യമുള്ള ഇടങ്ങളിൽ സസ്യങ്ങളുടെ ജലസേചനം ഉറപ്പുവരുത്തുന്നതിലേക്കായി സ്ഥിരതാമസം ആരംഭിച്ചു. ഇത് പ്രധാനമായും നദീതീരങ്ങളായിരുന്നു. ഭക്ഷണത്തിന് വേണ്ടി അലഞ്ഞു തിരിഞ്ഞു നടന്നു സമയം നഷ്ടപ്പെടുന്ന രീതി അവസാനിക്കുകയും മറ്റു ആവശ്യങ്ങൾക്ക് വേണ്ടി കൂടുതൽ സമയം ചെലവഴിക്കാനും സാധിച്ചു. സസ്യങ്ങളുടെ പരിപാലനം ആദിമ മനുഷ്യനെ കൂടുതൽ കൃത്യതയിലുള്ള കാർഷികോപകരണങ്ങൾ രൂപപ്പെടുത്തുന്നതിനും ഉപകരണ നിർമ്മാണത്തിൽ കൂടുതൽ വൈദഗ്ധ്യം ഉണ്ടാക്കുന്നതിനും സഹായിച്ചു. മൃഗങ്ങളെ ഇണക്കി വളർത്താൻ തുടങ്ങിയതോടെ മാംസത്തിന് വേണ്ടി മാത്രം കണ്ടിരുന്ന മൃഗങ്ങൾ എന്നതിലുപരി കുടുംബജീവിതത്തിൻ്റെ ഭാഗമായി കൂടി അവയെ കാണുന്നതിനുള്ള കാഴ്ചപ്പാട് ആദിമ മനുഷ്യന് ഉണ്ടായി. നെക്സ്റ്റ് ആക്ടിവിറ്റി 7. Although Appu and Vicky live in the same city, they have different opinion about the city. What is the reason for this in your opinion? അപ്പം എന്താ പറഞ്ഞിരിക്കുന്നത്? അപ്പുവും വിക്കിയും ഒരേ നഗരത്തിലാണ് താമസമെങ്കിലും അവർ ആ നഗരത്തെക്കുറിച്ച് വ്യത്യസ്ത അഭിപ്രായം പ്രകടിപ്പിക്കാനുള്ള കാരണം നിങ്ങളുടെ അഭിപ്രായത്തിൽ എന്തായിരിക്കും? അതിൻ്റെ ആൻസർ നമുക്ക് ചെയ്ത് നോക്കാം. അപ്പു ആൻഡ് വിക്കി live in the same city but their living conditions are different. Living in a very wealthy situation, Vicky's parents have given him all the modern facilities, so Vicky lives enjoying all those comfort. But Appu's life is in a polluted environment, in a slum in the same city without adequate living facilities. That environment never gives him mental happiness. That is why he was more interested in the beauty of the clean and uncrowded village and expressed an opinion of the city different from that of Vicky. അപ്പം എന്താ പറഞ്ഞിരിക്കുന്നത്? അപ്പുവും വിക്കിയും ഒരേ നഗരത്തിലാണ് താമസമെങ്കിലും അവരുടെ ജീവിത സാഹചര്യങ്ങൾ വ്യത്യസ്തമാണ്. തികച്ചും സമ്പന്നമായ സാഹചര്യത്തിൽ കഴിയുന്ന വിക്കിക്ക് ആധുനികമായ എല്ലാ സുഖസൗകര്യങ്ങളും മാതാപിതാക്കൾ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ സൗകര്യങ്ങളെല്ലാം തന്നെ ആസ്വദിച്ചു കൊണ്ടാണ് വിക്കി ജീവിക്കുന്നത്. എന്നാൽ അതേ നഗരത്തിലെ ഒരു ചേരിയിൽ മതിയായ ജീവിത സൗകര്യങ്ങൾ ഇല്ലാതെ മലിനമാക്കപ്പെട്ട ഒരു പരിസരത്തിലാണ് അപ്പുവിൻ്റെ ജീവിതം. ആ പരിസരം ഒരിക്കലും അവന് മാനസികമായ സന്തോഷം പ്രദാനം ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് വൃത്തിയുള്ളതും ആൾത്തിരക്കിൻ്റെ ബഹളവും ഇല്ലാത്തതുമായ ഗ്രാമത്തിൻ്റെ ഭംഗിയിൽ അവന് കൂടുതൽ താല്പര്യമുണ്ടായതും നഗരത്തെക്കുറിച്ച് വിക്കിയിൽ നിന്നും വ്യത്യസ്തമായൊരു അഭിപ്രായം പ്രകടിപ്പിച്ചതും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സജസ്റ്റ് 4 subjects that could be included in the seminar paper on entertainment in my locality.
അപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്? എൻ്റെ നാട്ടിലെ ഉല്ലാസങ്ങൾ എന്ന വിഷയത്തിൽ തയ്യാറാക്കുന്ന സെമിനാർ പേപ്പറിലേക്ക് ഉൾപ്പെടുത്താൻ നിങ്ങൾ നിർദ്ദേശിക്കുന്ന വിഷയ മേഖലകൾ എന്തൊക്കെയായിരിക്കും? ഏതെങ്കിലും 4 എഴുതുക. അപ്പോൾ എന്തൊക്കെയായിരിക്കും മക്കളെ? എൻവിറോൺമെൻറ്റ്, ഡയറ്ററി, ഗെയിംസ്, സെലിബ്രേഷൻ. അതായത് പരിസ്ഥിതി, ഭക്ഷണ രീതികൾ, കളികൾ, ആഘോഷങ്ങൾ. നെക്സ്റ്റ് ആക്ടിവിറ്റി 8. ചക്ര ആൻഡ് ഖാദി ആർ അവർ വെപ്പൺ ഓഫ് agitation. Prepare poster like showing the characteristic of the period when clothing became a weapon of struggle. അപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്? ചർക്കയും ഖാദിയും നമ്മുടെ സമരായുധങ്ങൾ. ഇതുപോലെ വസ്ത്രം സമരായുധമായി മാറിയ കാലത്തിൻ്റെ സവിശേഷതകൾ കാണിച്ചുകൊണ്ടുള്ള പോസ്റ്ററുകൾ തയ്യാറാക്കൂ. സ്പിൻ ചർക്ക, വിയർ ഖാദി, മൂവ് വിത്ത് സ്വദേശി. അപ്പം എന്താ പറഞ്ഞിരിക്കുന്നത്? ചർക്ക ധരിക്കാം, ഖാദി ധരിക്കാം, സ്വദേശിക്കൊപ്പം സഞ്ചരിക്കാം. അടുത്തത് വി നീഡ് അവർ ഓൺ പ്രൊഡക്ട്സ്, നോ മോർ ഫോറിൻ ഗുഡ്സ്. നമുക്ക് വേണ്ടത് നമ്മുടെ ഉൽപ്പന്നങ്ങൾ, വിദേശിയൊന്നും വേണ്ട. അപ്പം മക്കൾ ഇതേപോലത്തെ പോസ്റ്റർ തയ്യാറാക്കാൻ നല്ലോണം പഠിച്ചു വരേണ്ടതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫൗണ്ട് ഔട്ട് ദ ഇയർ അസോസിയേറ്റഡ് വിത്ത് ദ സ്ട്രഗിൾ ഫോർ വിയറിംഗ് ദ അപ്പർ ക്ലോത്ത്. അപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്? ചുവടെ ചേർത്തിട്ടുള്ളതിൽ മേൽമുണ്ട് സമരവുമായി ബന്ധപ്പെട്ട വർഷം ഏതാണെന്ന് കണ്ടെത്തൂ. 1905, 1918, 2015, 1859. അപ്പോൾ അതിൻ്റെ ആൻസർ വരുന്നത് 1859. സോഷ്യൽ സയൻസിൻ്റെ ഓണം എക്സാം മോഡൽ ക്വസ്റ്റ്യൻസിൻ്റെ എല്ലാ ആക്ടിവിറ്റീസും നമ്മൾ ചെയ്ത് നോക്കി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോക്ക് ലൈക്ക് തരാനും മറക്കല്ലേ കൂട്ടുകാരെ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം.